ബഹുമാനപ്പെട്ട മുൻ നിയമസഭാംഗം കൂടിയായ നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ ശബരിനാഥൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അപ്പോൾ അദ്ദേഹം അടച്ചാക്ഷേപിച്ച് പറയാനല്ല, അദ്ദേഹത്തിൻ്റെ പല ചങ്ങാതിമാരും പറയുന്നത് പോലെ എന്തെങ്കിലും അത്തരത്തിൽ ഇതൊരു കലാപാഹ്വാനത്തിനൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. ഞാനിപ്പോൾ UDF അത്തരത്തിൽ അടച്ചാക്ഷേപിക്കാനുമല്ല. ഇക്കാര്യത്തിൽ ശ്രീ NV ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയട്ടെ. ഇതിൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഡോക്ടർമാരോ അത്തരത്തിൽ വളരെ ഈ കാര്യത്തിൽ നല്ല ഈ അനുഭവ സമ്പത്തുള്ള ആരോഗ്യരംഗത്തുള്ള ഡോക്ടർമാർ, സീനിയേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പറയുന്നതിനകത്ത് സ്വാഭാവികമായി രാഷ്ട്രീയമാണല്ലോ കടന്നു വരിക. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ആരോഗ്യരംഗം എന്നുള്ളത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിലെ ആരോഗ്യരംഗത്ത് 1-ാം നമ്പറാണ്. അതിപ്പോൾ മാത്രമല്ല, നേരത്തെയും 1-ാം നമ്പറാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിതി ആയോഗ് തന്നെ അവർ നിശ്ചയിച്ചിട്ടുള്ള റാങ്കിങ്ങിനുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ ചെലവ് കുറഞ്ഞതും എന്നാൽ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ, പൊതുജനാരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ, ഇത്തരം കാര്യങ്ങളെ അവർ വിലയിരുത്തുകയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഐക്യകേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ പ്രതീക്ഷിത ആയുസ് എത്രയാണ്? 1956 നവംബർ 1 ഈ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന കാലത്ത് ഞാനൊന്നും ജനിച്ചിട്ടില്ല, നമ്മളാരും ജനിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ അന്ന് 57 വയസ്സ് പോലും ഇല്ല ശരാശരി ആയുർദൈർഘ്യം എന്നുള്ളത്. അവിടെ നിന്ന് ഇന്ന് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ള പ്രതീക്ഷിത ആയുസ് എന്നുള്ളത് അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അത് സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെയും പ്രതീക്ഷിത ആയുസ്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് നമ്മൾ 10 വയസ്സ് കൂടുതലാണ്. ഇതെല്ലാം തന്നെ LDF ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ 1-ാം പിണറായി സർക്കാരിൻ്റെ 2-ാം പിണറായി സർക്കാരിൻ്റെ മാത്രം നേട്ടമാണെന്ന് പറയാനല്ല ഞാനിത് പറഞ്ഞത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പൊതുജനാരോഗ്യ രംഗത്തും ആരോഗ്യരംഗത്തും നാം കാട്ടുന്നതായിട്ടുള്ള ആ ശ്രദ്ധയും അക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പ്രതീക്ഷ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണമായിട്ടുള്ളത്. ഇപ്പോൾ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ആരോഗ്യ മേഖലയിൽ പുതുതായി അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ എത്രയാണ്? 876 പോസ്റ്റുകളാണ് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തസ്തികകളുടെ ക്രിയേഷനാണ്. ഈ 876 ആരോഗ്യ മേഖലയിലാണോ ശ്രീ സമ്പത്ത്? സംശയം കൊണ്ട് ചോദിക്കുകയാണ്. 876 പുതിയ തസ്തികകൾ ആരോഗ്യ മേഖലയിലാണോ? അതെ. ഞാനത് ഒന്ന് അതിൻ്റെ ഡാറ്റ തന്നെ പറയാം. ഹെൽത്ത് സർവീസസിൽ 3378, മെഡിക്കൽ എഡ്യൂക്കേഷൻ 4232, ISM 109, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 76, അതിൽ 37 പിന്നീട് വന്നു. ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ 10, ഹോമിയോ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 19, നമ്മുടെ മെഡിസിനൽ പ്ലാന്റ് ബോർഡിൽ 2. ഇങ്ങനെ ഇത് ഈ പറയുന്നതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഡോക്ടർ സമ്പത്ത് ഈ പുതിയ തസ്തികകൾ എന്ന് പറയുമ്പോൾ അത് അനിവാര്യമായും നമുക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഡോക്ടർമാരുടെ ക്ഷാമവും നഴ്സുമാരുടെ ക്ഷാമമാണ്. അവിടെയാണോ നിങ്ങൾ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത്, പരിഹരിച്ചത്? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഹെൽത്ത് ഇത് 2-ാം പിണറായി സർക്കാർ, ഞാൻ അതിലേക്ക് കൂടെ വന്നോട്ടെ. 2-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2040 തസ്തികകൾ പുതുതായി ക്രിയേറ്റ് ചെയ്തു. ഇനിയും തസ്തികകൾ വേണം. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നിലവിലുള്ള തസ്തികകളിൽ ആളുകളെ നിയമിച്ചാലാണല്ലോ ഈ സംഭവം മുന്നോട്ട് പോവുക. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ കെട്ടിടം മാത്രമേ ഉള്ളൂ, ഡോക്ടർമാരും നഴ്സുമാരും വേണം. 3 ഷിഫ്റ്റ് പ്രവർത്തിക്കും. ഒരു ഡോക്ടർ ഒരു നഴ്സെങ്കിലും ഉണ്ടാവും നൈറ്റ് ഷിഫ്റ്റുകളിൽ എന്നൊക്കെയാണെന്ന് മന്ത്രി ശൈലജ പ്രഖ്യാപിച്ചത്. പക്ഷേ എവിടെയാണ്, ഏത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് കൃത്യമായി 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഇനിയും കൂടുതൽ വേണം. ഇപ്പോൾ അജിംസ് ചോദിച്ച കാര്യം ശരി. ഇനിയിപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞത്, അല്ല അതിനു മുമ്പ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്, ഇനിയിപ്പോൾ വീണ ജോർജ് പറഞ്ഞത്, നമ്മൾ ഇക്കാര്യത്തിലെല്ലാം അങ്ങ് സമ്പൂർണ്ണമായി ഇക്കാര്യങ്ങളിലേക്ക് നമ്മളൊരു പട്ടാള ചിട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറഞ്ഞത്. കേരളത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്, വസ്തുതകളുണ്ട്. നമ്മൾ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ മുന്നോട്ടാണ് പോകുന്നത്. ഇപ്പോൾ VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് പൊതുജനാരോഗ്യ മേഖലയിൽ കാര്യമായ ഊന്നലുണ്ടായിരുന്നു. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ശാക്തീകരിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ ഒരു ഫിലോസഫിയിലാണ് മുന്നോട്ട് പോയത്. തൊട്ടുടനെ ഉമ്മൻചാണ്ടി വന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല ചെയ്തത്. ഒന്നുകിൽ അത് നിലനിർത്തുകയോ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. അതിന്റെ പ്രധാന കാരണം കിഫ്ബി കൂടിയാണ്. ധാരാളം കെട്ടിടങ്ങൾ, ആശുപത്രി നവീകരണം, ഇതൊക്കെ ഉണ്ടായി, ഉപകരണങ്ങൾ വാങ്ങി, ഇതെല്ലാം ഉണ്ടായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോൾ ഇവരൊക്കെ മരണത്തിന്റെ വ്യാപാരികളാണ് എന്ന് പറയുക. ഒരു ഒരു വിഷയം, ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ സംഭവം തന്നെ എടുക്കുക. അദ്ദേഹം ഒരു വിഷയം പറയുമ്പോൾ വിമാനത്തിൽ സാധനം വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹം സർക്കാരിന് നാണം കെടുത്തിയെന്ന് പറയുക. അത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രശ്നപരിഹാരത്തിന് പകരം പ്രതിച്ഛായ നന്നാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ഫോക്കസ് എന്ന് തോന്നിപ്പോയി പ്രതികരണത്തിൽ നിന്ന്. ഡോക്ടർ സമ്പത്ത്.